ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കോസി ഹോബീസ്. ഇന്നത്തെ വീഡിയോ ചോറ് ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി ആൻഡ് സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. ഞാൻ തലേ ദിവസത്തെ ചോറാണ് എടുത്തിട്ടുള്ളത്. തലേ ദിവസം തന്നെ വേണമെന്നൊന്നുമില്ല, ഇന്നത്തെ ആയാലും മതി കേട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം സ്നാക്ക് വേണോ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ ചോറ്. ഞാൻ ഇപ്പോൾ ഏകദേശം ഒരു 2.5 കപ്പോളം ചോറ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊരു അരച്ചെടുക്കുന്ന സമയത്ത് ഒരു 2-3 ടേബിൾ സ്പൂണ് വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ ഏത് അരിയുടെ ചോറ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഇത് ഒരു ട്രിപ്പിൽ ചോറ് കൊള്ളാത്തതുകൊണ്ട് 2 ട്രിപ്പായിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. ഇപ്പോൾ ഇതാ ചോറൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പാത്രത്തിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാട്ടോ അരച്ചെടുക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സാധനം ചേർത്തെടുക്കാനുണ്ട്. ആദ്യം തന്നെ ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഇഞ്ചിയുടെ പേസ്റ്റ് എടുത്താലും മതി കേട്ടോ. ഇപ്പോൾ ഇതാ ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പിലയും കൂടി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. കറിവേപ്പില മാത്രമല്ല, ഇതുപോലെ ഈ ഒരു സൈസിലുള്ള ചെറിയൊരു സവാള ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കാം. ഇപ്പോൾ ഇതാ സവാളയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ 2 പച്ചമുളക്, നിങ്ങൾക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് എടുത്താൽ മതി. ഞാൻ ഇപ്പോൾ ഇവിടെ 2 എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തായിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ചോറിലേക്ക് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചതൊക്കെ ചേർത്തെടുക്കാം. ഇതൊക്കെ ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്തെടുക്കാം. ആദ്യം തന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് കായപ്പൊടിയും പെരിഞ്ജീരകവും ചേർത്തെടുക്കാം. പിന്നെ 4-5 ടേബിൾ സ്പൂണോളം അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ഞാനൊരു വടയുടെ ഷേപ്പാട്ടോ ആക്കിയെടുക്കുന്നത്. പിന്നെ ഷേപ്പ് ചെയ്യുന്നതിന് മുന്നേ കൈമ കുറച്ച് വെള്ളമാക്കണം, എന്നാലും നമുക്കത് കൈമ ഒട്ടാതെ സിമ്പിളായിട്ട് ആക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളെ കൈമേൽ ഒട്ടും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വടൻ്റെ ഷേപ്പിൽ തന്നെ ചെയ്യണമെന്നില്ല, നിങ്ങളെ ഇഷ്ടത്തിനുള്ള ഷേപ്പിൽ ചെയ്തെടുത്താൽ മതി. ആദ്യം ഞാൻ ചെയ്തപ്പം വെള്ളം കൈമേലാക്കി കൊടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ ചെയ്തപ്പം വെള്ളം ആക്കിയപ്പോൾ നല്ല സിമ്പിളായിട്ടുള്ള പെട്ടെന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ അത് മുഴുവനായിട്ട് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗം ബ്രൗൺ കളറായി വരുന്ന സമയത്ത് മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ആട്ടോ. ഇത് ചോറുകൊണ്ട് ഉണ്ടാക്കിയതാണ് പറയില്ല, അതുകൊണ്ട് തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല സിമ്പിളുമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാതും ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. ബൈ.